ഒരു പച്ചക്കറിയും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കൊരു നല്ലൊരു പുളിങ്കറി തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പിന് പകരം നമുക്ക് തുവരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒട്ടും ചേർക്കാതെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയായാൽ മതി, കൂടുതലാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ഈ വറുക്കുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി അടച്ച് വെച്ച് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്ക് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ നമുക്ക് മൂടി അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ പച്ചക്കറികളൊന്നും ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറിയൊന്നും വീട്ടിലില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഏതിനു വേണ്ടിയിട്ടും നമുക്ക് ഈ കറി ഉപയോഗിക്കാം. അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിത് ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമുക്ക് ഈ കറിക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് 2 വറ്റൽമുളകും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ച് ചേർക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എന്നും പുളിങ്കറി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ പുളിങ്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കിയെടുക്കുള്ളൂ. അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ്.